നമസ്കാരം. തൂശനിലയിലെ തുമ്പപ്പൂവുമായി ഓണം എത്തുമ്പോൾ താരപ്പകിട്ടുമായി പ്രിയ താരങ്ങൾ നമുക്ക് മുന്നിലെത്തുന്നു ഓണക്കൂട്ടിലൂടെ. വെൽക്കം ടു ഓണക്കൂട്ട്, പവേർഡ് ബൈ റിപ്പിൾ ടീ, സ്പെഷ്യൽ പാർട്ണർ ഹോക്കിൻസ്. ഓണക്കൂട്ടില് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. എല്ലാ എപ്പിസോഡുകളിലും നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ഒരു കുട്ടിയാണ് നമുക്ക് വന്നിരിക്കുന്നത്, ഗ്രേസ്. ഗ്രേസിനെ നമുക്ക് ഓണക്കൂട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. ഹലോ, എന്താണ് വിശേഷങ്ങള്? സുഖമാണോ? അടിപൊളി സുന്ദരിയായിട്ടാണല്ലോ. പക്ക നാടൻകുട്ടിയാണ്, എന്നാലും കുറച്ചുകൂടി ഇങ്ങനെ ഭംഗിയായി വരുന്നുണ്ട്. ഓണമല്ലേ? വീട്ടിലെല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഹാപ്പി ഓണം. വെൽക്കം ടു ഓണക്കൂട്ട്. താങ്ക് യു സോ മച്ച്. അത് മാത്രം പോരാ മോളെ, നമുക്ക് ആദ്യം ഫസ്റ്റ് ടാസ്കിലേക്ക് പോവാം. കുക്കിംഗ്. യെസ്. ഒരു പേടിയുണ്ടോ? ഇല്ല, ചെറുതായിട്ട് ഇങ്ങോട്ട് വന്നപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു. അതെനിക്ക് ടാസ്ക് കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ചെറിയ പേടി മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊന്നും പേടിക്കണ്ട, നമുക്ക് പേടിയെല്ലാം മാറ്റിക്കൊണ്ട് കുക്കിംഗിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. Yes. Come on. എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്താ ഉണ്ടാക്കാൻ പോണേ? ബ്രാഹ്മിൻസ് കൂട്ടുകറി. എന്തൊക്കെയാ വേണ്ടെന്നറിയോ? ഇല്ല, എല്ലാം എനിക്ക് പഠിപ്പിച്ചു തരണം ഒന്നേന്ന്. ഇത് വീട്ടിലുണ്ടാക്കുന്നതാണോ? ഓണത്തിന്റെ സ്പെഷ്യലാണ്. അതെ. ഇതാരാ പഠിപ്പിച്ച? അമ്മ. സ്റ്റാർട്ട് ചെയ്തോ കുക്കിംഗ്. അപ്പൊ ഇതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ പ്രേക്ഷകർക്ക് കൂടെ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും പറയൂ. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് കുമ്പളങ്ങ വേണം. കുമ്പളങ്ങിനെ, ചേന, വലിയ പരിപ്പ്, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ശർക്കര, മഞ്ഞൾപ്പൊടി, തേങ്ങ നമ്മൾ വറുത്ത് വെച്ചതാണ്. പിന്നെ നമ്മുടെ അലങ്കോല പണികൾക്കൊക്കെ ആയിട്ട് കറിവേപ്പില, വറ്റൽമുളക്, തേങ്ങ, ജീരകം, കടുക്, ഉഴുന്ന്, വീണ്ടും തേങ്ങ, വീണ്ടും. ഇതെന്താ ഇങ്ങനെ രണ്ട് തേങ്ങ? അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അല്ല, എന്നാലും എനിക്കൊരു അറിയാനുള്ള ക്യൂരിയോസിറ്റി. ഇത് വീണ്ടും നമ്മുടെ അലങ്കോല പണികൾക്കാണ്. ഫൈനൽ ടച്ച്. ഇത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പം നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുമ്പളങ്ങി ഇടുക, ചേന, പരിപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഇനി അതിനകത്തോട്ട് തന്നെ ആയിരിക്കുമല്ലേ ഉപ്പ്, പിന്നെ ചെറുതായിട്ടൊക്കെ എനിക്കും അറിയാമെന്ന് മനസ്സിലായില്ലേ? ആവശ്യത്തിന് വേവാൻ മനസ്സിലായില്ലേ? കുറച്ച് കുക്ക് ചെയ്യാൻ മനസ്സിലായില്ലേ? ഉപ്പിട്ടോ? എന്തിനാ? ഞാനിടട്ടെ? പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ ഇളക്കി കൊടുത്തേക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടതല്ലേ? ഇതൂടെ ഇടണ്ട അതിനകത്തോട്ട്? കുറച്ച് കഴിയുമ്പോൾ ഇട്ടാൽ മതി. നിർബന്ധമുണ്ടോ? അല്ല, എനിക്കറിയില്ലല്ലോ ബ്രാഹ്മിൻസ് കൂട്ടുകറി സ്ഥിതിക്ക് നമുക്ക് ഇപ്പൊ തന്നെ ഇട്ടേക്കാം. ഇതിന്റെ പ്രത്യേകത എന്താ ഈ ബ്രാഹ്മിൻസ് കൂട്ടുകറിയുടെ? നമ്മുടെ ശർക്കര ഇടുന്നുണ്ട്. അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. എന്നിട്ടാണ് ശർക്കര ഇച്ചിരൂടെ കഴിഞ്ഞിട്ടാൽ മതി എന്ന് പറഞ്ഞത്. കുഴപ്പമില്ല, നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അതങ്ങനെ വേവട്ടെ. പിന്നെ ഈ വെന്ത കൂട്ടാണ് നമ്മളിതാ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമല്ലോ എന്തൊക്കെയാണ്. അപ്പൊ ഞാനിതൊന്ന് ജസ്റ്റ് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും. അപ്പം അതിനകത്തോട്ട് ആ ഹോക്കിങ്സിന്റെ കുക്കറിൽ ഇട്ട് വേവിച്ച കഷ്ണങ്ങൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതാണത്. അത് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഇതെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇനി ഗ്രേസ് ബാക്കിയുള്ള കുക്കിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വേറെ വിശേഷങ്ങളൊക്കെ പറയൂ. ഒരു ഡാൻസർ ആണ്. വിശേഷം മാത്രം പറഞ്ഞാൽ മതിയോ? എന്റെ വിശേഷങ്ങൾ എന്താ എന്നോട് ചോദിക്കാറുള്ളത്? ഒരു പക്ഷി സങ്കേതത്തിൽ നിന്ന് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം അതെനിക്ക് മനസ്സിലായി. എന്നെ ഒന്ന് കളിയാക്കിയതാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അരയന്നങ്ങളുടെ വീട്ടില് അഭിനയിക്കുന്നതുകൊണ്ടല്ലേ എന്നെ അങ്ങനെ പറഞ്ഞത്. കാണാറുണ്ടോ? പിന്നെ ആണോ? കാണാറുണ്ട്. ഇഷ്ടമാണോ? ആ ചുരുളമുടിക്കാരി ഇഷ്ടമാണ്. ആണല്ലേ? താങ്ക് യു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പറഞ്ഞോളൂ. നമ്മുടെ കൂട്ട് ഇതിലേക്ക് ഇടും. അതിലേക്ക് ഇടും. അപ്പം വെളിച്ചെണ്ണ അങ്ങനെ ഒഴിക്കൊന്നും വേണ്ട അല്ലേ? വെളിച്ചെണ്ണ നമ്മൾ ലാസ്റ്റ് ആയിരിക്കും. കടുക് പൊട്ടിക്കാൻ നേരത്താണ് ഇടുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങ, ഇത് വറുത്ത തേങ്ങയും വറുക്കാത്ത തേങ്ങയും മിക്സ് ചെയ്തത്. അത് ഇതിന്റെ സ്പെഷ്യൽ ആണോ? അതിന്റെ ഒരു രീതിയാണ്, ഒരു ശൈലിയാണ്. ഓക്കെ.
നമ്മുടെ ജീരകം. ജീരകം, തേങ്ങ വറുത്തത്, വറുക്കാത്തത്, വറ്റൽമുളകും, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണത്. അത് ഇപ്പൊ ആ കൂട്ടിലേക്ക് ഇടാൻ പോകും. ഇത് കാണുമ്പോൾ എനിക്ക് ഓണം സദ്യ ഒക്കെ ഉണ്ടാലോ എന്നിങ്ങനെ ആഗ്രഹം വരുന്നുണ്ട്. ഉണ്ണാലോ എന്നെ വീട്ടിലോട്ട് വിളിക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും വീട്ടില് ഓണത്തിന് ഇങ്ങനെ ഓണസദ്യ ഒക്കെ എല്ലാരും കൂടി വീട്ടിലെ എല്ലാ റിലേറ്റീവ്സ് ഒക്കെ വരുമോ? അതോ ഗ്രേസിന്റെ വീട്ടിലാണോ വരിക? ഞങ്ങൾ തറവാട്ടിൽ പോയിട്ടാണ്. എങ്ങനെയാണ് ഈ ഗ്രേസ് എന്നുള്ളൊരു പേര് വന്നത്? അമ്മമ്മയുടെ പേരാണ് ഗ്രേസ്. അല്ല, ഞാൻ വിചാരിച്ചു ഈ മുഖത്തെ പ്രസാദം ഉള്ളത് കൊണ്ട് അമ്മ അച്ഛനും അറിഞ്ഞിട്ട പേരാന്ന് വിചാരിച്ചു. ദൈവമേ, എനിക്ക് വയ്യല്ലേ. കടുക് പൊട്ടിക്കണ്ടേ? പൊട്ടിച്ചോ. ഉഴുന്ന ഒരു പരിചയം കൊണ്ട് ഇങ്ങനെ നിന്നാ മതി. ഇത് നല്ലൊരു ടിപ്പാണ് നമുക്ക് ഗ്രേസ് തന്നിട്ടുള്ളത്. ഈ കടുക് പൊട്ടുമ്പോൾ പേടി ഉണ്ടെങ്കിൽ നമ്മൾ ആ ലിഡ് വെച്ച് ഇങ്ങനെ നിന്നാ മതി, ഒരു പരിചയം പോലെ, ഉണ്ണിയാർച്ചയെ പോലെ നിന്നാ മതി. അത്യാവശ്യം നല്ലൊരു കാര്യം പറയുന്നത് നല്ലതാണ്. ഞാനും അത് പരീക്ഷിക്കാം വീട്ടില്. അഥവാ കടുകൊക്കെ പൊട്ടിയിട്ട് കൈ ഒന്ന് വെറുതെ പൊട്ടിക്കണ്ടല്ലോ. അതെ, ഇത് കയ്യിലോട്ട് നമുക്ക് ഒഴിച്ചിട്ട് കരിഞ്ഞു പോയാൽ പിന്നെ അത് വലിയ പാടാ. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്യാം. സെർവ് ചെയ്യുന്ന പണി ഏറ്റെടുക്കുന്നോ? അത് നമുക്ക് അവസാനം ഇടാം. ഇതിനകത്ത് ഡെക്കറേഷൻ. നല്ലൊരു കുക്ക് ചെയ്യുന്ന പാചകക്കാരിയാണ് ഗ്രേസ് എന്ന് ഓരോ നിമിഷവും ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രാഹ്മിൺസ് കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ചൂട് തണുക്കട്ടെ, എന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഗെയിമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് കഴിച്ചോളാം. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ക്ഷീണമൊക്കെ ഉണ്ടാവൂലേ കുക്ക് ചെയ്തതിൻ്റെ? നല്ല പാചകക്കാരിയാന്ന് എനിക്ക് മനസ്സിലായി. ഉണ്ടാക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം എല്ലാം നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരാളാണ് വീട്ടിൽ കുക്ക് ചെയ്യുന്നൊക്കെ ഉള്ള കാര്യം മനസ്സിലായി. ഓണത്തിന് സ്പെഷ്യൽ എന്തായാലും ഇത് ഉണ്ടാക്കുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും ഇവിടെ വന്നിരുന്നപ്പോ കുറച്ച് പേടിയുണ്ടോ? ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പേടിപ്പിച്ചതുകൊണ്ടുള്ള ഒരു പേടിയായിരിക്കും അല്ലേ? ടാസ്ക് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഒരു ചെറിയ പേടി മാത്രം. ടാസ്ക് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ചെറിയ പേടി. ഞാൻ ഇങ്ങനെ ഒന്നല്ലല്ലോ സിനിമയിൽ കണ്ടിട്ടുള്ളത്. എന്നാ പെർഫോമൻസ്? അത് അഭിനയല്ലേ? അഭിനയമാണെങ്കിലും നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവിടെ പേടിയുണ്ടായിരുന്നു അഭിനയിക്കുന്ന സമയത്ത്? പിന്നെ അവിടെ ഫഹദുമായിട്ടൊക്കെ ഉള്ള കോമ്പിനേഷൻസ് വരുമ്പോൾ എങ്ങനെയായിരുന്നു? പേടിയുണ്ടായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സിൽ? പിന്നെ ശരിക്കും എന്ത് കൂളായിട്ട് എന്ത് നാച്ചുറൽ ആയിട്ട് അഭിനയിച്ചത്. അത് ആ ബുള്ളറ്റ് ഞെട്ടിക്കുന്ന സീനൊക്കെ ശരിക്കും ഞെട്ടിയതാണ്. ശരിക്കും ഞെട്ടിപ്പോയതാണോ? ഓഹോ, ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടാസ്കിലേക്ക് കയറിയാലോ? ദൈവമേ, പേടിയുണ്ടോ? പേടിക്കണ മോളെ. പേടിച്ചിട്ട് എന്ത് കാര്യം? പേടിക്കണ്ട മോളെ, കൂളാവും. എന്തിനാ പേടിക്കുന്നത്? ഏട്ടനില്ലേ കൂട്ടത്തില്? അല്ലേ, ഡയലോഗല്ലേ? നടക്കാം. ഓക്കെ, നമുക്കപ്പോ ഈ സ്ക്രീനില് കുറച്ച് പിക്സ് ഒക്കെ കാണിക്കും. ആക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും എല്ലാവരും. അപ്പൊ എന്താണ് അഭിപ്രായങ്ങള്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പിന്നെ ഞാനാണോ പറയണ്ടേ? അത് ഇതേണ്ട ഇത്ര പേടിയാണോ? ദൈവമേ, ഡാൻസ് ടീച്ചറാണ്, കുമ്പളങ്ങി നൈറ്റ്സിൽ അഭിനയിച്ചിട്ടുണ്ട്, ഹാപ്പി വെഡിങ്സിലൊക്കെ ഇങ്ങനെ തകർത്ത് അഭിനയിച്ചല്ല. മറ്റൊരാളെ പറ്റി ഇങ്ങനെ അഭിനയത്തിൽ അഭിപ്രായം പറയാന്ന് പറയുന്നത് അഭിനയത്തിലല്ല, നമുക്ക് അവരുടെ കൂടെ അഭിനയിക്കണോ, അല്ലെങ്കിൽ അങ്ങനെ ഇനി ഭാവിയിലൊക്കെ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇന്ന ആളുടെ കൂടെ അഭിനയിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവത്തില്ലേ? ഓക്കെ, ഫസ്റ്റ് പിക്ക് നോക്കാം. ഷറഫുക്ക, നമ്മുടെ സ്വന്തം ഷറഫുക്ക. പറഞ്ഞോളൂ, ഷറഫുക്ക ആയിട്ടുള്ള ഒരു അഭിനയ മുഹൂർത്തങ്ങളിലുള്ള എന്താ പറയുക എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അതിന്റെ ആദ്യത്തെ സിനിമ ഇക്കയുടെ കൂടെ ആയിരുന്നു, ഹാപ്പി വെഡിങ്. അതിൽ മുതലുള്ള പരിചയമാണ്. അതിലുള്ള ഏതെങ്കിലും ഒരു ഡയലോഗ് നമുക്ക് പറഞ്ഞു തരാമോ? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മൂവിയാണ്, വളരെ എല്ലാവരും ഓർക്കുന്ന ഒരു പാട്ടുണ്ട് അതിനകത്ത്, ഡയലോഗ്. രാത്രി ശുഭരാത്രി. നെക്സ്റ്റ് പിക്ക് നോക്കാം. മധുവേട്ടൻ. ഞാൻ കണ്ടതിൽ വെച്ച് ഇത്രയും ക്ഷമയുള്ളൊരു ഡയറക്ടറിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഓക്കെ. ഓഡിഷന് അല്ലെങ്കിൽ ഞങ്ങൾ വർക്ക്ഷോപ്പിന് ചെല്ലുമ്പോൾ മുതൽ മധുവേട്ടന് പരിചയമുണ്ട്. ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ അല്ല, നമ്മൾ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി ആ ക്യാരക്ടറിനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ അടുത്ത പിക്ക്. അയ്യോ അയ്യോ, സന്തോഷ് പണ്ഡിറ്റ്. ഒത്തിരി നന്ദി ഉള്ള എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് അദ്ദേഹത്തിനോട്. അദ്ദേഹത്തോട്. അതെ, അദ്ദേഹം ഒരു സിനിമ ഇറക്കിയില്ലെങ്കിൽ അതിലൊരു അങ്ങനത്തെ ഒരു പാട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ ഇരിക്കില്ല. ആ പാട്ട് ഞാൻ എങ്ങനെയോ കാണാനിടയായി. ആ പാട്ട് പാടിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എത്തിയത്. അപ്പൊ ഒത്തിരി ചോദിക്കട്ടെ, ഗ്രേസിന് ആ പുള്ളിയോടുള്ള ഒരു ഡെഡിക്കേഷൻ എന്നുള്ള രീതിയിൽ പാടിക്കൂടെ ആ പാട്ട്? മൈക്കൊക്കെ റെഡിയാക്കി ഞാൻ വെച്ചിട്ട്. ശുഭരാത്രി
ഇനി എന്നും ശിവരാത്രി ജന്മം പുനർജന്മം ഇവളെന്നും കാമാക്ഷി. മറ്റേ ഓ പ്രിയ വേണോ? ഓ പ്രിയേ ഓ പ്രിയേ ഓ പ്രിയേ. വാവ്, സൂപ്പർ. നെക്സ്റ്റ് വീക്ക്. ആ, പാർവതി ചേച്ചി. ചേച്ചീനെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്, ഭയങ്കര സ്നേഹമാണ്. ഇത് പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ പുള്ളിക്കാരി ചെയ്തു വെച്ചേക്കുന്ന ക്യാരക്ടേഴ്സ് കാണുമ്പോൾ ദൈവമേ ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. വൈറസിൽ എനിക്ക് ആ ക്യാരക്ടർ കണ്ടിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് അതുപോലത്തെ ഒരു ചേച്ചിയുണ്ട്. എനിക്ക് ആ ചേച്ചി ചെയ്ത ക്യാരക്ടർ ഉണ്ട്, എനിക്ക് അതേപോലെ തന്നെ തോന്നിയത്. ഞാൻ പറയുകയും ചെയ്തു എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞു അതൊക്കെ അങ്ങനെ ചെയ്തു. ഓക്കെ. ഇത് എനിക്കത് ആ സിനിമയിലുള്ള ആ സീനല്ലേ, സീനാണ്. എന്താ മോളെ അല്ലേ, സുഖമാണോ മോളെ? കിടക്കണ്ടേ? കിടക്കണ്ടേ? ചേട്ടന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ ഇനിയില്ല, കഴിഞ്ഞു. അയ്യോ സന്തോഷം. അയ്യോ സന്തോഷം. വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയൂ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഓണമൊക്കെ എങ്ങനെയാ ആഘോഷിക്കാൻ പോകുന്നത് ഈ പ്രാവശ്യത്തെ എനിക്ക് തോന്നുന്നു സെറ്റിൽ ആവാനാണ് സാധ്യത. സെറ്റില് സിനിമ, പുതിയ സിനിമ ചെയ്യുന്നുണ്ട്. ഏതാണ് അത്? റോഷൻ ആൻഡ്രൂ സാറിന്റെ പടമാണ്. മഞ്ജു ചേച്ചിയും ജോജോ ചേട്ടനും മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ ഞാനൊരു ക്യാരക്ടർ റോൾ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അടിപൊളിയാവട്ടെ. അപ്പൊ അടുത്ത സന്തോഷം. അപ്പൊ ഈ ഓണത്തിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അതാണ്. മഞ്ജു ചേച്ചിനെ എനിക്ക് നേരിട്ട് കാണാലോ. മഞ്ജു ചേച്ചിയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്? മഞ്ജു ചേച്ചിനെ ഇഷ്ടമാണ്, ശോഭന മാമിനെ ഇഷ്ടമാണ്. മഞ്ജു ചേച്ചി തമാശയുടെ സമയത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, ഇങ്ങനെ ഭംഗിയൊക്കെ കണ്ടിരുന്നു പറഞ്ഞു. ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു എനിക്ക് ആ ദിവസം. അപ്പോൾ എനിക്ക് നേരിട്ട് കാണാനും കൂടെ അഭിനയിക്കാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അന്ന്. അപ്പൊ അതിനുള്ളൊരു അവസരം കിട്ടിയപ്പോ ഇനി ഇങ്ങനെ എല്ലാവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റട്ടെ. അതെ. അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം. റാപ്പിഡ് ഫയർ ആണ്. ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ഇങ്ങനെ പടയെ അങ്ങ് ആൻസർ ചെയ്യാം. ശ്രമിക്കാന്നല്ല, ചെയ്യണം. യെസ്. മേക്കപ്പ് കൂടിപ്പോയി എന്ന് തോന്നിയ അവസരം ഏതാ? ഞാൻ കഴിഞ്ഞ ഒരു മാസം മുന്നേ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്തു. ഒരു യെല്ലോ സാരി കൊടുത്തിട്ട് അതില് എനിക്ക് തോന്നിയില്ല, പക്ഷെ കമന്റ്സ് വന്നിരുന്നു മേക്കപ്പ് കുറച്ച് കൂടുതലാണോ ചേട്ടാ എന്ന് ചോദിച്ചിട്ട്. മേക്കപ്പ് കൂടി പോയോ ചേട്ടാന്നോ? അതിലൊരു ഡയലോഗ് അല്ലേ, മറ്റേ 1983 എങ്ങാണ്ട് ഒരു ഡയലോഗ് അല്ലേ. ഞാൻ ബാക്കോട്ട് പോയിരിക്കുന്നു, കുറച്ച് ഓർമ്മ തിരിച്ചെടുക്കേണ്ട. ഇപ്പൊ മനസ്സിലായി. മേക്കപ്പ് കൂടി പോയോ ചേട്ടാ, അതുവരെ കേട്ടല്ലേ, കുഴപ്പമില്ല. അടുത്തത്, മുഖം റീപ്ലേസ് ചെയ്യാൻ അവസരം കിട്ടിയാൽ ആരുടെ മുഖം സെലക്ട് ചെയ്യും? അനുഷ്ക. അത്രയ്ക്ക് ഇഷ്ടമാണോ? അടിപൊളി. എനിക്കും ഇഷ്ടാട്ടോ. വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ട്രസ് ആണ്. ഭയങ്കര ക്യൂട്ടാണ് അവര്. ഭയങ്കര എന്താ പറയാ അല്ലേ, ഒന്നുമില്ല, അത്രയ്ക്ക് ബ്യൂട്ടിയാണ് അവരത്. ഓക്കെ. സെലിബ്രിറ്റി ലൈഫിൽ വന്ന 3 മാറ്റങ്ങൾ എന്തൊക്കെയാ? പുറത്തിറങ്ങുമ്പോ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. എവിടേക്കോ കുറച്ച് പരിഗണന കിട്ടുന്നുണ്ട്. പരിഗണന. ഓ, നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ സെൽഫി എടുക്കും. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും കയറി ചെല്ലുമ്പോ വരും. ഹോസ്പിറ്റലൊക്കെ പോകുമ്പോ അല്ലേ, ആ കുമ്പളങ്ങി നൈറ്റ്സിലെ സിമി അല്ലേ, ഒന്ന് വരൂ ഫ്രണ്ടിൽ നിന്നോളൂ. മെഡിസിനൊക്കെ മേടിക്കാൻ പോകുമ്പോ പറയത്തില്ലേ, നിങ്ങൾ ഈ ലൈനിൽ നിൽക്കണ്ട, കുറച്ചുകൂടെ മുമ്പോട്ട് കയറി. അങ്ങനെയില്ല, പക്ഷെ എന്നാലും ഒരു പരിഗണന കിട്ടാറുണ്ട്. കോസ്റ്റ്ലി ആയി പർച്ചേസ് ചെയ്ത ഐറ്റം എന്താ? അങ്ങനെയൊന്നും ഞാൻ പർച്ചേസ് ചെയ്യാറില്ല. ഇല്ല അല്ലേ, ഒന്നും അങ്ങനെ പർച്ചേസ് ചെയ്യാറില്ല. ഇപ്പൊ മേക്കപ്പിനുള്ള? ഇല്ല, മേക്കപ്പ് ഐറ്റംസ് ഒന്നും അങ്ങനെ പർച്ചേസ്. കയ്യിലുള്ളതിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള എന്താ? എനിക്ക് അറിയത്തില്ല, അങ്ങനെയൊന്നും നോക്കി വാങ്ങാറില്ല. ഇല്ല. ഇനി ഒരു കടങ്കഥയാണേ. കിടക്കുമ്പോൾ താഴും, എഴുന്നേക്കുമ്പോൾ പൊങ്ങും. കിടക്കുമ്പോൾ താഴും, എഴുന്നേക്കുമ്പോൾ പൊങ്ങും. തലയാണോ? ഒരു ക്ലൂ. കിടക്കുമ്പോൾ താഴും, കിടക്കുമ്പോഴൊക്കെ നമ്മൾ വെക്കുന്ന ഒരു സാധനമാണ്. ഞാൻ തന്നെ പറയാം, തലയണ. അപ്പൊ ആ ഗിഫ്റ്റ് എനിക്ക് കേട്ടോ, ഇവിടെ നിന്ന് എന്തായാലും പോകുമ്പോ ഒരു ഗിഫ്റ്റ് ഉണ്ട്. എന്റെ തലേണ താഴാറില്ല, ഭയങ്കര കട്ടിയാണ് ഇത്. ഓഹോ, ഇതൊരു പ്രത്യേക തരം, നിങ്ങൾ മാത്രം കണ്ടുവരുന്ന, നമ്മൾ മാത്രം കണ്ടുവരുന്ന ഒരു തലയണ. എന്നാണേലും അതല്ല, വേറെ കാര്യമുണ്ട്. നമ്മൾ തല വെക്കുമ്പോ എന്നാണേലും താഴുമല്ലോ. അത്രയുള്ളൂ. കുസൃതി ചോദ്യം, നമ്മുടെ തലയും താഴും. അങ്ങനല്ല, കുസൃതി ചോദ്യം. നമ്മുടെ ഈ ഒരു സെഗ്മെന്റ് അങ്ങ് തീരുവാ. എന്നാ സിമി മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊക്കെ പറയാവോ കേട്ടോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കല്യാണക്കാരൊക്കെ എങ്ങനെ? കല്യാണം ഇപ്പൊ കല്യാണം കഴിപ്പിച്ചു വിടുന്നു? അല്ല, ഞാൻ ചോദിച്ചതാണ്. അങ്ങനെ ചോദിക്കുമല്ലോ, ചോദിക്കുന്നത് ഒരു തെറ്റല്ലല്ലോ. പറഞ്ഞേ, ഉണ്ടോ, അടുത്തെങ്ങാനും ഉണ്ടോ, അതോ ആരെങ്കിലും ഒക്കെ കണ്ടു വെച്ചിട്ട്? ഇല്ല, അടുത്തൊന്നുമില്ല. ഞാൻ കുറച്ച് പടമൊക്കെ ചെയ്തിട്ട്. ഞാൻ പറയട്ടെ, ഗ്രീസിന് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളുണ്ട്. അത് ഞങ്ങൾ ഓണക്കൂട്ടിലുള്ള ഞങ്ങളുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ അടുത്ത് പറഞ്ഞായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ്, കാണാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഗ്രേസ് സംസാരിച്ചില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അയ്യോ, വിളിക്കട്ടെ? എനിക്ക് തോന്നുന്നു നിങ്ങളെ ഭരതനാട്യം ക്ലാസിന്റെ അപ്പുറത്ത് എവിടെയോ തോന്നുന്നു.
അപ്പൊ നോക്കാം, ഇപ്പൊ ഒരു സർപ്രൈസ് വരും, കണ്ടോ? അതിനുള്ള ഒരു മുന്നോടിയാ ഞാൻ പറഞ്ഞ കേട്ടോ. അയ്യോ അയ്യോ, ഇത്ര ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഫോട്ടോ ഏത്? ഞാൻ 4ൽ പഠിക്കുമ്പോൾ, 4ലും 5ലും അങ്ങോട്ട് പഠിക്കും. അടുത്തുള്ളതൊക്കെ ആരാ? നടുക്കിയിരിക്കുന്ന എന്റെ സ്വന്തം ചേച്ചി, അതിന്റെ ഇപ്പുറത്തിരിക്കുന്ന എന്റെ കുഞ്ഞനിയൻ. നിങ്ങൾ 3 പിള്ളേരാണോ? അല്ലല്ല, കസിൻ ബ്രദറാണത്. ഞങ്ങൾ 2 പേരുമാണ് മക്കള്. എവിടെ നിന്ന് കിട്ടി? എങ്ങനെയുണ്ട്? ഇതാ ഞാൻ പറഞ്ഞത്, ആരൊക്കെയോ വന്നിരുന്നു, കാണാനുണ്ട്, കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നുള്ളൊരു സർപ്രൈസ് തന്നത്. ഞെട്ടിയോ? ഞെട്ടി, ശരിക്കും ഞെട്ടിയോ? ഞെട്ടിപ്പോയി. അതാണ്. നെക്സ്റ്റ്. ഹായ്, ഇതെവിടെ പഠിക്കുമ്പോ? +2 +1. സ്കൂളിൽ പോയോ നിങ്ങള്? ഞങ്ങൾ സ്കൂളിലൊക്കെ പോകും. നല്ല അഭിപ്രായമല്ലാണ് അവിടെ നിന്ന് പറഞ്ഞോ? നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നല്ല ഡാൻസ് ടീച്ചറാണെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഗ്രേസിനെ എന്ന് പറഞ്ഞു. ഇഷ്ടമാണ്, എന്താണെന്നറിയില്ല, ഗ്രേസിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ലാലേട്ടന്റെ ഡയലോഗ് പോലെയാണ് എല്ലാവരും പറഞ്ഞത്. അതൊരൊറ്റ ഡയലോഗും ഒറ്റ ശുഭരാത്രിയുമാണ് ഇങ്ങനെ മിന്നി മാറി അല്ലേ, മിന്നി തെളിഞ്ഞോണ്ടിരിക്കും. അതാണ്. നെക്സ്റ്റ്. വാവ്, ഉയ്യോ, യോഗയൊക്കെ ചെയ്യൂലേ? ആഹാ, കൊള്ളാലോ. കുറെ വർഷമായി യോഗയൊക്കെ പഠിക്കുന്നേ? ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അവിടെ കോഴ്സ് ചെയ്തിരുന്നു. ഇതൊക്കെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? ഞാൻ സാരി കൊടുത്ത് നന്നായിട്ട് വന്നപ്പോ. ഇപ്പൊ ഭരതനാട്യം പഠിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഇപ്പൊ യോഗ ചെയ്യുന്ന ഞാനിപ്പോ കാണാം. ഞാനിപ്പോ ഫസ്റ്റ് ടൈം കാണാണ്. അതെ, എന്നോടും ഇവരൊരു സർപ്രൈസ് ആയിട്ട് വെച്ചു യോഗയുടെ കാര്യം. ഒരു ഭരതനാട്യം ചെയ്യാലോ? എന്താ ഒരു ചെറിയ. നെക്സ്റ്റ്. ഹായ്. അയ്യോടാ, ഇതാരാ? ഒരു ചക്രു ബേബി. ഈ റൈറ്റിൽ നിൽക്കുന്നത് എന്റെ ചേച്ചിയുടെ വാവയാണ്. രണ്ടുപേരും ഇല്ല, ഈ കുഞ്ഞു വാവ വീടിന്റെ അടുത്തുള്ളതാണ്. എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവനെ നോക്കുന്നതൊക്കെ ഞാനാണ്. അവന്റെ ആയാടോ? ഹിഗ്വേ എന്നാണ് പുള്ളിക്കാരന്റെ പേര്. ഓക്കെ, നെക്സ്റ്റ്. ഒരിക്കലും മറക്കാനാവാത്തൊരു നിമിഷമാണത്. പറയൂ, അതിനെ കുറിച്ച് ഞങ്ങളോട് ഷെയർ ചെയ്യൂ. എന്തൊക്കെയാണ് പറയാനുള്ളത്? 100 ദിവസം കുമ്പളങ്ങിയുടെ മൊമെന്റോ കയ്യിൽ കിട്ടുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഓഡീഷന് പോകുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കന്റെ വൈഫായിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ പോകുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ് 5th ഡേ ആണ് എന്നോട് പറയുന്നത്, മീറ്റിംഗ്സ് എല്ലാം കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് 100 ദിവസം ഓടൂന്ന്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് ആളുകൾ കാണും, അംഗീകരിക്കും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ എന്റെ ക്യാരക്ടർ ആളുകൾ അറിയില്ലായിരുന്നു. ചേഞ്ച് ആയിരുന്നു. ടോട്ടലി ലൈഫിലുണ്ടായ ഒരു ചേഞ്ച് ആണ്. ഇത്തിരി ഉത്തരവാദിത്തമുള്ളൊരു ക്യാരക്ടർ ആയിരുന്നു. ഇത്രയൊക്കെ ചെയ്ത് ഹിറ്റാക്കിയ സ്ഥിതിക്ക് അപ്പൊ ഇനി വരുന്ന ഓരോ പടങ്ങളും വളരെ ക്വസ്റ്റ്യൻ മാർക്ക് ആണല്ലേ? അല്ലേ? നമുക്ക് അങ്ങനെയല്ലേ, ഒരെണ്ണം പാസ്സായി കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകുമ്പോഴത്തേന് നമുക്കൊരു ടെൻഷനും. ഇനി ഏതാണെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ അപ്പം നമുക്ക് ഒരിക്കലും ഡൗൺ ആവാൻ പറ്റത്തില്ല. അതിൽ കൂടുതൽ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അവർ നമുക്ക് സപ്പോർട്ട് തരുമ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ പോകണം. അപ്പൊ ചേച്ചിക്കിടെ വീട്ടിൽ ആരെയാ സപ്പോർട്ട് ചെയ്യുന്നേ? അച്ഛനും അമ്മയും ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും എല്ലാവരും സപ്പോർട്ടാണ്, ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ ആ ഒരു സെഗ്മെന്റും കഴിഞ്ഞു. ആശ്വാസമായില്ലേ? ആശ്വാസത്തിന് ഉറവിടമ ക്രിസ്തു. എന്ത് ആശ്വാസത്തിന്? അത് ഇടയ്ക്ക് എങ്ങനെ പറയുന്നത്? അല്ല, എന്നാലും പറഞ്ഞേ. ആശ്വാസത്തിന് ഞാൻ പഠിക്കാൻ ഉറവിടമാം ക്രിസ്തു. ആശ്വാസത്തിന് അതൊരു പാട്ടാണ്. ക്രിസ്തു. അപ്പൊ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഐറ്റം ഒന്ന് കഴിച്ചു നോക്കിയാലോ? ബ്രാഹ്മിൺ കൂട്ടുകറി. ഞാനാണ് എനിക്കുള്ള ടാസ്ക് ആണ് ഇനി. ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. ചോറും ഇച്ചിരി മോരും ഇച്ചിരി അച്ചാറും ഇച്ചിരി പപ്പടം. ഓ, അങ്ങനെ പറഞ്ഞു കൊതിപ്പിക്കല്ലേ കൊച്ചേ. വായിന്നൊക്കെ വെള്ളം വരുന്നു. എനിക്കും ശരിക്കും. ഒറ്റയ്ക്ക് തിന്നാൻ സൂപ്പർ ആട്ടോ, നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ടാസ്കിലേക്ക് പോയാലോ? ചെറിയ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്, ശ്രദ്ധിച്ച് കളിക്കണം. ഓക്കെ. ഞാൻ 4 കാർഡുകൾ കാണിക്കും. ആ കാർഡിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്തത് ഇവിടെ പെർഫോം ചെയ്യണം. ഓക്കെ, ഏത് വേണം? അത് ഉറക്കെ അങ്ങ് പാടിക്കോ. അത്തള പുത്തള. ബാക്കി എനിക്ക് അറിയത്തില്ല. അങ്ങനെ അത്തള പുത്തള തവളച്ചിന്നങ്ങ് പറഞ്ഞാൽ മതി. ദിസ് വൺ. ഓക്കെ, ഞാനും അത് തന്നെ വിചാരിച്ചേ. പെട്ടു. ബാക്കിയൊക്കെ എന്താ? ബാക്കി ഡാൻസ് ഉണ്ട്, സോങ് ഉണ്ട്, പിന്നെ അതർ. ഇത് കിട്ടിയിരുന്നെങ്കിൽ പെട്ടേനെ. അപ്പൊ ടിക്ടോക്ക് തന്നെ അല്ലേ? അപ്പൊ നമുക്കൊരു പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ടിക്ടോക്ക് ഉണ്ട്, എല്ലാം അങ്ങ് ചെയ്യാന്നേ. ഗിഫ്റ്റ് ഉണ്ട്, ഗിഫ്റ്റ്.
കുന്തമല്ലടി കൂന്തല്ലേ തലമുടി. കാണുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായ. പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ഓ ഹെറിഡിറ്ററി. ഏയ് ആ എന്നെ ഞാൻ തേക്കില്ല. നല്ല കാച്ചുണ്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി. നമുക്കൊരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട്, ഓണക്കൂട്ടിന്റെ സ്പെഷ്യൽ. ഹാപ്പി ഓണം. താങ്ക് യു. ഹാപ്പി ഓണം. ഡാൻസ് ചെയ്താലോ? നോക്കാം. चांदनी रात में गोरी के साथ आसमान में सीने 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 धीमे धीमे ഓണക്കൂട്ട് പവേർഡ് ബൈ ട്രിപ്പിൾ ടി സ്പെഷ്യൽ പാർട്ട്ണർ ഹോക്കിങ്സിന്റെ ഇന്നത്തെ ഈ അതിമനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു ഗസ്റ്റുമായി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഓണാശംസകളൂടെ പറഞ്ഞിട്ട് ടാറ്റ പറയുകയാണേ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബൈ.